വീണ്ടും ഇതുപോലെ തന്നെ സമാനമായ ഒരു പ്രശ്നം ഉണ്ടായി. മരുഭൂമിയിൽ വെച്ച് വെള്ളമില്ലാതായി. ഇപ്പൊ ജനം 20 ലക്ഷം ആളുകളുണ്ട്. 20 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പൊ അവര് മോശക്കെതിരെ പിറുപിറുത്തു, കലഹിച്ചു. മോശ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ മോശ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോ കർത്താവ് മോശയോട് പറഞ്ഞു, പാറയോട് പറയുക. നമ്മള് POC ബൈബിളിൽ കൽപ്പിക്കുക എന്നാണ്, പുതിയ പരിഭാഷയാണ് കറക്റ്റ്. പറയുക എന്നാണ്. പാറയോട് ഓർഡർ ഒന്നും ഇടണ്ട, പറഞ്ഞാ മതി. പാറയോട് പറയുക. പറഞ്ഞ ഹല്ലേലൂയ. പാറയിൽ അടിച്ച് വെള്ളം വരുത്തുന്ന ഒരു കാലത്ത് നിന്ന് പാറയോട് പറഞ്ഞാൽ വെള്ളം വരുന്ന ഒരു അഭിഷേകത്തിലേക്ക് വളരേണ്ടവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകര്. പറഞ്ഞ ഹല്ലേലൂയ. എല്ലാ കാലത്തും അടിക്കണ്ട, അന്ന് അടിച്ചാൽ മതിയായിരുന്നു. 40 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കൽ അടിച്ച പാറയോട് ഇന്ന് അടിക്കാതെ പറഞ്ഞാൽ അത് വെള്ളം തരണം. പറഞ്ഞ ഹല്ലേലൂയ. അതാണ് മോശയുടെ അഭിഷേകത്തിന്റെ വളർച്ച. മോശയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച കൃപാവരത്തിന്റെ വളർച്ച. അടിച്ച പാറയോട് പറഞ്ഞാൽ വെള്ളമൊഴുക്കുന്ന ഒരു അഭിഷേകം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? മറ്റേത് 3 മണിക്കൂർ എടുത്ത് ഡെലിവറൻസ് ചെയ്തുകൊണ്ടിരുന്നെടുത്ത് ഇന്ന് നോക്കിയാൽ പിശാച് വിട്ടുപോകുന്ന അഭിഷേകം. പറഞ്ഞ ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ കാലത്തും നീ ABCD EFGH പറഞ്ഞുകൊണ്ടിരിക്കരുത്, കേറി വരണം. പറഞ്ഞ ഹല്ലേലൂയ. കേറി വരണം. കേറി വരാൻ വേണ്ടിയാണ് കർത്താവ് ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചത്. പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. കരങ്ങളടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ മോശയ്ക്ക് എന്തെന്നറിയാം? മോശയ്ക്ക് മനസ്സിലായില്ല. എന്തെന്നറിയാം? ഈ പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ എന്താ പറഞ്ഞേ? പാറ്റേണുകൾ നമ്മളെ ചതിക്കും. അതെങ്ങനാ? അതായത് നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. കൺവെൻഷൻ നടത്തിയ രീതി, ധ്യാനം നടത്തിയ രീതി, ശുശ്രൂഷ ചെയ്ത രീതി പാറ്റേണാണ്. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ പറയുന്നത് ആവർത്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. പറഞ്ഞ ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെയായിരുന്നത് തീ. ഇന്നതെന്താണ്? ഇന്നത് ചാരമാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് തീ കത്തണമെങ്കിൽ ഇന്ന് അടുപ്പേല് വിറക് വെച്ച് തീ കത്തിക്കണം. ഇന്നലത്തെ തീ കെട്ടുപോയി, ഇന്നത് ചാരമാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ പാറ്റേൺ നേരത്തെ ചെയ്ത പരിചയം, അനുഭവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം. പറഞ്ഞ ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകളിൽ തീ കത്താത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയാമോ? അനുഭവ പരിചയം. ചെയ്ത് നല്ല പരിചയമാണ്. അതുകൊണ്ട് എന്തെന്നറിയാമോ? ഫ്രഷ് ആയിട്ട് ദൈവത്തെ കേൾക്കാൻ ശുശ്രൂഷകര് കർത്താവിന്റെ അടുത്ത് ഇരിക്കുന്നവര് വളരെ വളരെ കുറവാണ്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തു വന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകൾ സക്സസ് ആയിരുന്നു. അടിച്ചപ്പോ വെള്ളം വരുമായിരുന്നു. പാറ്റേണുകൾ സക്സസ് ആണ്. ഇത് ചെയ്തു വന്നപ്പോൾ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് വിടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഇടപെടുന്നത് പുതിയ വിധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തു വന്ന രീതികളില് നമ്മളിങ്ങനെ പരിചയിച്ച് ആ അനുഭവം, ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് നമ്മൾ അതിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ വാതിലുകളിലേക്ക് തുറക്കപ്പെടാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും. അപ്പൊ മോശയ്ക്ക് ഇതാണ് മോശയുടെ പ്രശ്നം. അതാണ് മോശ എന്ത് ചെയ്തു? മോശ നേരെ പകുതിയെ കേട്ടുള്ളൂ. ഈ പകുതി കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഒന്നാമത് ദൈവത്തെ കേൾക്കാത്തത് എന്തുകൊണ്ടെന്നറിയാം? എന്തുകൊണ്ടായിരിക്കും? എന്നാ സിസ്റ്റർ, നമ്മൾ ദൈവത്തെ കേൾക്കാനേ താല്പര്യമില്ല. എന്നാ കാര്യം എന്നറിയാം? എന്നാ കാര്യം? നമുക്കറിയാലോ. ഇപ്പൊ കേൾക്കേണ്ട ആവശ്യം എന്നാ? ഇത് ചെയ്യേണ്ട എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടെ? എത്ര കൺവെൻഷൻ നടത്തിയതാ, എത്ര രോഗശാന്തി ശുശ്രൂഷ നടത്തി, എത്ര ഡെലിവറൻസ് മീറ്റിംഗുകൾ നടത്തിയതാ, എന്തോരം വചനം പ്രസംഗിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ അറിയാലോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പൊ മോശ പകുതിയെ കേട്ടുള്ളൂ. പാറനെ കേട്ടുള്ളൂ. പാറനെ കേട്ടപ്പോ മോശ പറഞ്ഞു, എനിക്കറിയാം, അടിക്കാനല്ലേ. ബാക്കി കേട്ടില്ല. നേരെ പോയി പാറയോട് അടിച്ചു. ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ അനുസരണക്കേട് കാണിച്ചാണ് നിൽക്കുന്നതെങ്കിലും പാറ വെള്ളം തരും. ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞ ഹല്ലേലൂയ. വളരെ ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്.
ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോ ദൈവം ജനത്തിന് അനുഭവം കൊടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ശുശ്രൂഷകന്റെ അഭിഷേകത്തിന്റെ തെളിവല്ല, ദൈവത്തിന് ജനത്തോടുള്ള കരുണയുടെ അടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നടന്ന അനുഭവങ്ങളെ ശുശ്രൂഷകൻ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാമോ? അതെന്റെ ദൈവപ്രസാദത്തിന്റെ അടയാളമാണെന്ന് വിചാരിക്കും. എന്നിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടാണ് ഈ രോഗശാന്തി നടന്നതെന്ന് വിചാരിക്കും. രോഗശാന്തി നടന്നത് നിന്നിൽ ദൈവം പ്രസാദിച്ചുകൊണ്ടല്ല, ദൈവം ജനത്തോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ. 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 അപ്പൊ ഓരോ തവണ അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിക്കപ്പെടുമ്പോ നമ്മൾ ശുശ്രൂഷകർ തെറ്റിദ്ധരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇപ്പൊ വെള്ളം വന്നത് മോശ കൃപയിലായിരുന്നോണ്ടല്ല, ദൈവത്തിന് ജനത്തോട് കരുതലുണ്ടായിരുന്നോണ്ടാണ്. മനസ്സിലായോ? അപ്പോ പാറയിൽ ചിലപ്പോ അടിച്ചാലും പാറ്റേണുകൾ ആവർത്തിച്ചാലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ഒരു കാലത്ത് ദൈവം തന്നൊരു അഭിഷേകമുണ്ട്, ഒരു കാലത്ത് ദൈവം നടത്തിയ ഒരു വഴിയുണ്ട്, ഒരു കാലത്ത് ദൈവം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോഴും 50 കൊല്ലം കഴിഞ്ഞ് ചെയ്താലും എന്തുണ്ടാവും? ജനത്തിന് കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. അത് ജനത്തോട് ദൈവത്തിനുള്ള കരുണ. അത് മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? മോശയെന്ന് അടിച്ചെന്തുണ്ടെന്നറിയാമോ? അടിച്ചത് മോശക്കറിയാം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല പരിചയമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആത്മീയ പ്രിൻസിപ്പിൾ നമ്പർ 1, അനുഭവം നമ്മളെ ചതിക്കും. അനുഭവം നമ്മളെ ചതിക്കും. ഇന്ന് ദൈവാത്മാവ് എങ്ങനെയാണ് ഞാൻ ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിന്റെ അടുത്തിരുന്ന് അവനെ കേൾക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ. മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞു, പാപത്തിന്റെ കിടക്കയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വേദികളിലേക്ക് കയറിപ്പോകുന്നവര് കൂടുതലാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? ഒരാൾ പറയാണ് പാപക്കിടക്ക എന്നാണ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോണേ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മള് ഒരു കാലത്ത് ദൈവം അയച്ച അഗ്നി ഇന്ന് ആ അളവില് സഭയിൽ ആവർത്തിക്കപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം. എന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാ. അന്ന് നടന്നതുപോലെ 80കളില് ആത്മാവിന്റെ കാറ്റടിച്ചപ്പോ അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മാനസാന്തരങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ മാറിയതിന്റെ കാരണം മാനസാന്തരങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ശുശ്രൂഷകർക്ക് മാനസാന്തരം ഇല്ലാതായി. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യര്, ഞാൻ ഉൾപ്പെടെ, എന്ത് ചെയ്തു? അവർക്ക് മാനസാന്തരം ഇല്ല. അവർ പ്രസംഗിക്കുന്നേ ഉള്ളൂ മാനസാന്തരം. അതുകൊണ്ട് എന്താ സംഭവിച്ചു? കേൾക്കുന്നവന്റെ ഹൃദയം തകർന്ന് അവൻ മാനസാന്തരപ്പെടുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമ്മുടെ കർത്താവിന്റെ ആത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉണർവ്, ഒരു അഗ്നി ഉണ്ടാവുന്നില്ല. അതൊരു അഭിഷേകം ഉണ്ടാവുന്നില്ല. ശരിക്കും ഒരു ഉണർവ് ഉണ്ടാവുന്നില്ല. ശരിക്കും എല്ലാം മറന്ന് എല്ലാം 2 കൈയും വിട്ട് കർത്താവിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടാനുള്ള ഒരു സംഭവം വരുന്നില്ല. എല്ലാ ശുശ്രൂഷാ കേന്ദ്രങ്ങളും നിങ്ങൾ അടുത്ത് ചെന്ന് പരിചയം ചോദിച്ചോ, അല്ലെ ഇടപെട്ടോ, സംസാരിച്ചോ, എന്താ പറയാൻ പോണേന്നറിയാമോ? അതായത് ഒന്ന് ശുശ്രൂഷകൾക്കിടയിൽ ഭിന്നത, വഴക്ക്, പ്രശ്നം, പാപം, അനുസരണക്കേട്, ആ പ്രശ്നം, ഈ പ്രശ്നം, പാത് ഇത് മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരെ പല തട്ടുകളിലായിട്ട് പിശാച് ചതറിപ്പിച്ച് എന്തുണ്ടെന്നറിയാമോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധിയില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹമില്ല. ശുശ്രൂഷാ ജീവിതത്തെ മാത്രം ശ്രദ്ധിച്ചു, സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ ശ്രദ്ധിച്ചില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. എന്തെന്നറിയാമോ? അതായത് ഗോലിയാത്തുമാർ ഇന്ന് നിൽക്കുകയാണ്. ഞാൻ ഒരു എക്സോർസിസ്റ്റ് പറയുന്നത് കേൾക്കുകയായിരുന്നു. ഒരു വലിയ പിശാച് ബഹിഷ്കരിക്കുന്ന ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. അമേരിക്കയിലുള്ള ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇന്ന് പിശാചിനെ ബഹിഷ്കരിക്കാൻ പാടാന്ന്. പറയുന്ന ആരാ?
പറയുന്നത് കത്തോലിക്ക സഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ടോപ്പ് നമ്പർ 1 എക്സോർസിസ്റ്റ് ഒരാൾ പറയാണ് സാത്താനെ ബഹിഷ്കരിക്കാൻ ഇന്ന് പാടാന്ന്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണമുണ്ട്. സഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിലും കൃപയിലുമാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സഭയ്ക്ക്, അതായത് ഒരു വ്യക്തിയുടെ അഭിഷേകത്തിലല്ല പിശാച് പുറത്തു പോണത്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് ബഹിഷ്കരണത്തിന് കൃപ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ കൃപയിലല്ല പിശാച് പുറത്തു പോണത്. പിശാച് പുറത്തു പോണത് സഭയ്ക്ക് നൽകപ്പെട്ട കൃപയിലാണ്. സഭയ്ക്കാണ് ഇത് നൽകപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സഭയ്ക്ക് പിശാചിനെ ബഹിഷ്കരിക്കുന്നതിന് നൽകപ്പെട്ട അധികാരം പവർഫുള്ളായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം സഭാമക്കളില് പിശാച് നല്ലതുപോലെ താവളം ഉറപ്പിച്ചിട്ടുണ്ട്. പിശാചിന്റെ ഹബ്ബായിട്ട് സഭാമക്കൾ മാറി ഒരു പരിധി വരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പിശാച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആര് പറഞ്ഞാലും പിശാച് ഇപ്പോ പോകത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പോകത്തില്ല. പോവാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ പറയാണ് എനിക്ക് എന്റെ താവളം ഇതിനകത്തുണ്ട് നല്ലപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. ഗോലിയാത്ത് വന്ന് നിൽക്കാണ്. ഗോലിയാത്ത് വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദാവീദ് പടക്കളത്തിലേക്ക് സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തെ ദൂഷിക്കുന്ന ഈ വിജാതീയനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? ഈ ഗോലിയാത്തിനെ നേരിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പൊ അത് കേട്ടിട്ട് പട്ടാളക്കാര് പറഞ്ഞു, നീ കണ്ടില്ലേ അവനെപ്പോ ഒരു മല്ലനെ എതിർത്ത് തോപ്പിക്കാൻ ആർക്ക് പറ്റും? അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി, ഈ ബാലൻ, കൗമാരക്കാരൻ, അവൻ പറഞ്ഞു ഞാൻ തോപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ തോപ്പിക്കാം. അപ്പൊ ഈ വാർത്ത രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് അവനെ വിളിച്ചു വരുത്തി. കേട്ടത് സത്യമാണോ? സത്യമാണ്, ഞാൻ തോപ്പിച്ചോളാം. അപ്പൊ രാജാവ് പറഞ്ഞു, മോനെ നീ കൊച്ചു പയ്യനല്ലേ, നിനക്കിത് പറ്റുമോ? അപ്പൊ അവൻ രാജാവിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, കേൾക്കണേ. അവൻ രാജാവിനോട് പറഞ്ഞ മറുപടി, രാജാവേ, ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുന്ന സമയത്ത് സിംഹവും കരടിയൊക്കെ വരുമ്പോ ഞാൻ ആ സിംഹത്തെയും കരടിയെയും അതിന്റെ ജടയ്ക്ക് പിടിച്ച് അതിന്റെ മൂടിക്ക് പിടിച്ച് നിലത്തടിച്ച് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ നേരിടാൻ എനിക്ക് പറ്റും. എന്താണ് ദാവീദ് പറയുന്നത്? ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിനെ കുറിച്ച് പറയാൻ ഈശോ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് പിശാച് അലറുന്ന സിംഹത്തെ പോലെ. പിശാച് അലറുന്ന സിംഹത്തെ പോലെ. വെളിപാട് പുസ്തകത്തിൽ 12:13 നമ്മൾ കാണുന്നുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് കരടിയുടെ രൂപസാദൃശ്യം. കരടി ബൈബിളില് പൈശാചിക പ്രതീകങ്ങളായിട്ട് മൃഗങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് പാമ്പ്, പുരാതന സർപ്പം, അലറുന്ന സിംഹം. അബ്രഹാം ഉൽപ്പത്തി 15 പറന്നു വരുന്ന കഴുകൻ പൈശാചിക സിംബലുകളാണ്. കരടി, പുള്ളിപ്പുലി പൈശാചിക സിംബലാണ് ബൈബിളിൽ ചിലയിടങ്ങളിൽ. അപ്പൊ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങൾ കാണാത്തൊരു ജീവിതമുണ്ട് എനിക്ക്. നിങ്ങൾ കാണുന്നത് ഇപ്പോ ഗോലിയാത്തിനെ നേരിടാൻ ഈ പടക്കളത്തിൽ ഞാൻ നിൽക്കുന്നതാണ്. നിങ്ങൾ കാണാത്തൊരു സ്വകാര്യ പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എനിക്ക്. നിങ്ങൾ കാണാത്തൊരു ജീവിതം. ആ കാണാത്ത ജീവിതത്തില് ഞാൻ അനേകം പൈശാചിക അരൂപികളെ, പാപത്തിന്റെ അരൂപികളെ, പ്രലോഭനത്തിന്റെ അരൂപികളെ, അശുദ്ധിയുടെ അരൂപികളെ അതിനെ മുടിക്ക് പിടിച്ച് അടിച്ച് എന്റെ സ്വകാര്യ ജീവിതത്തിന്റെ പ്രൈവറ്റ് ലൈഫില് ഞാൻ പാപത്തെ തോപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗോലിയാത്തിനെ എനിക്ക് നിസ്സാരമായിട്ട് തോപ്പിക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? സ്വകാര്യ ജീവിതത്തില് ഞാൻ അനേക തവണ പാപത്തെ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വെളിയിൽ നിൽക്കുന്ന പിശാചിനെ പുറത്താക്കാൻ എനിക്ക് കർത്താവിന്റെ കൃപയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗോലിയാത്തുമാരിന്ന് കൊല്ലപ്പെടാതെ നിൽക്കുന്നതിന്റെ കാരണം സ്വകാര്യ ജീവിതത്തിന്റെ പരിശുദ്ധിയില്ലാത്ത ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകരാണ്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? വിശുദ്ധി അജയ്യമായ പരിചയാണ്. പറഞ്ഞേ, വിശുദ്ധി അജയ്യമായ പരിച. ഹോളിനെസ് ഈസ് ഇൻവിസിബിൾ ഷീൽഡ്. വിശുദ്ധി അജയ്യമായ പരിച. ഭൂമിയിലെ ഏത് സംരക്ഷണ പ്രാർത്ഥനയെക്കാളും വലിയ സംരക്ഷണമാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധി തീർക്കുന്ന സംരക്ഷണ കവചം. വിശുദ്ധി അജയ്. ജ്ഞാനം 5:19. വിശുദ്ധി അജയ്യമായ പരിച. വിശുദ്ധി അജയ്യമായ പരിച. പറഞ്ഞേ, വിശുദ്ധി അജയ്യമായ പരിച. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. ശബ്ദം വിളിക്കുന്നു ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ. ഈശോ, ഈശോ, ഈശോ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്തെന്നറിയാമോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകം ചൊല്ലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധി, വിശുദ്ധി. ഹല്ലേലൂയ. അതായത് പാപവുമായി ഒരു ശുശ്രൂഷകന് ഒരു തരത്തിലും കോംപ്രമൈസ് ഉണ്ടാവരുത്. പാപമില്ല, പാപത്തോട് ഞാൻ യുദ്ധത്തിലാണ്, ഞാൻ പാപം ചെയ്യില്ല, ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പാപത്തെ അതിജീവിക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോ എന്തിനാ വന്നേ? യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തിയോ പറഞ്ഞേ, പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കുക. ഈ ഡെസക്കറേഷൻ എന്നൊരു പരിപാടിയുണ്ട്. ഡെസക്കറേഷൻ ഞാൻ മാനവേനസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. അപ്പൊ എന്റെ കൂടെ വേറൊരു അച്ഛനുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് വാർഡന്മാര്. അപ്പോ അച്ഛനാണ് വലിയ വാർഡൻ, ഞാൻ ചെറിയ വാർഡൻ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്കുമ്പോൾ അച്ഛനും നല്ല പ്രാർത്ഥനയുള്ള അച്ഛനാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്കറിയാലോ ഈ ഹോസ്റ്റലിനകത്ത് നമുക്ക് ആത്മാവിന്റെ ഒരു അഭിഷേകം, ഒരു കൃപയൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം വെഞ്ചരിച്ച് വിശദീകരിച്ച് നമുക്ക് ഈ പിള്ളേരെ എല്ലാം ഒരുക്കി പ്രാർത്ഥിപ്പിച്ച് നമുക്കിതൊരു കൃപയുടെ സ്ഥലമായിട്ട് മാറ്റണം. അപ്പൊ അങ്ങനെ ഒരു 3 മാസത്തോളം അച്ഛനും ഞാനും കൂടെ ഈ ചെറുപ്പക്കാരോട് എല്ലാ ദിവസവും വൈകുന്നേരം അവരോട് സംസാരിച്ച് വചനം കൊടുത്ത് അവരെ ഒരുക്കി കുമ്പസാരിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റല് മുഴുവൻ വൃത്തിയാക്കി വെഞ്ചരിച്ച് പിള്ളേരെല്ലാം കൂടെ അവസാനം ഞങ്ങൾ വെഞ്ചരിച്ച് വിശദീകരിച്ച് നല്ല സ്വർഗം പോലാക്കി. അന്ന് രാത്രി ഒരു കാര്യം നടന്നു. എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ഹോസ്റ്റലിൽ താമസിക്കുന്ന ചെറുപ്പക്കാരൻ നേരെ പോയി എന്ത് ചെയ്തെന്നറിയാമോ? ആ ചാപ്പലില് വെഞ്ചരിച്ച് റെനോവേറ്റ് ചെയ്ത് വെഞ്ചരിച്ച് ആശീർവദിച്ചിട്ട ചാപ്പലില് അവൻ പോയി കിടന്ന് സ്വയംഭോഗം ചെയ്തു. ഇതിന്റെ പേരാണ് ഡെസക്രേഷൻ. എന്താണ് ഡെസക്രേഷൻ എന്ന് പറഞ്ഞാല്? വിശുദ്ധ സ്ഥലങ്ങള് അശുദ്ധമാക്കുക. ഇത് പിശാചിന്റെ ഒരു ടാക്ടിക്കാണ്, ഒരു തന്ത്രമാണ്. എന്തെന്നറിയാമോ? വിശുദ്ധ സ്ഥലങ്ങളെ മലിനമാക്കുക, ഹോളി പ്ലേസസിനെ മലിനമാക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ ഞാൻ പറയുകയാണ്, ഇന്ന് കൃപാവരം ജ്വലിക്കാത്തതിന്റെ പല കാരണങ്ങൾ. ഒരു കാരണം, വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പിശാച് അവന്റെ ഏജന്റുമാരെ വിട്ട് അശുദ്ധാക്കിയിട്ടുണ്ട്. ഞാൻ പ്രകടമായൊരു സാധനമായി പറഞ്ഞേ, അശുദ്ധമാക്കിയിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്തെന്നറിയാമോ? അവന് പറ്റുന്ന ആളുകളെ വിട്ടിട്ട് അശുദ്ധമാക്കും, ഡെസക്കറേറ്റ് ചെയ്യും. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്തിയോക്കസ് എപ്പിഫാനസ് വന്ന് ദേവാലയം നശിപ്പിച്ചു. ദേവാലയം നശിപ്പിച്ചത് ദൈവമേ എന്തിനാണ്? ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തിനാണ് ഒരു വിജാതിയനെ നീ ഈ പള്ളിക്കകത്തോട്ട് കയറ്റിയിട്ട്? അന്തിയോക്കസ് എപ്പിഫാനസ് ചെയ്തതെന്നറിയാമോ? ജെറുസലേം ദേവാലയം അവിടെ സ്യൂസിന്റെ പ്രതിമ സ്ഥാപിച്ചു. അതാണ് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ദാനിയേൽ പ്രവചിച്ചത്. മാത്രമല്ല, അയാൾ ദേവാലയത്തെ ബ്രോത്തൽ ഹൗസാക്കി, വേശ്യാലയമാക്കി. ജെറുസലേം ദേവാലയത്തെ വേശ്യാലയമാക്കി. ആര്? അന്തിയോക്കസ് എപ്പിഫാനസ്. അപ്പൊ ഞാനിത് പഠിച്ചപ്പോ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എന്താണ് ഒരു വിജാതീയം വന്നിട്ട് ഞങ്ങളുടെ വിശുദ്ധ സ്ഥലം മലിനമാക്കാൻ നീ എന്താണ് അനുവദിച്ചത്? കർത്താവിന്റെ ആത്മാവ് എനിക്കൊരു സ്വരം തന്നു, വിജാതീയൻ അത് അശുദ്ധമാക്കുന്നതിന് മുമ്പേ സ്വജാതീയൻ പലതവണ അത് അശുദ്ധമാക്കിയിരുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. അതായത് പിശാച് ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിജാതീയൻ ഒരു സ്ഥലം മലിനമാക്കണമെങ്കിൽ അതിനു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ അത് മലിനമാക്കിയിട്ടുണ്ടാവും. തെരഞ്ഞെടുക്കപ്പെട്ടവൻ മലിനമാക്കിയതേ വെളിയിലുള്ളവൻ മലിനാക്കൂ. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഭയാനകമായ പാപം
നമ്മുടെ ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും ചേർത്താണ് ഞാൻ പറയുന്നത്. ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? സാത്താന്റെ സിനഗോഗ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമെന്ന് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നത് വെളിപാട് പുസ്തകം പറയുന്നില്ലേ? ഭയാനകമായ പാപം ശുശ്രൂഷകരുടെ ഇടയിലുണ്ട്.